السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അല ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നോമ്പും നമസ്കാരവും ദാനധർമ്മങ്ങളും ഇതിനേക്കാളെല്ലാം മികച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് പറഞ്ഞു തന്നാലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടു പേർക്കിടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളതാണ്. വഫസാദു ദാത്തിൽ ബൈനിൽ ഹാലിഖ, ബന്ധവിച്ഛേദനം രണ്ടു പേർക്കിടയിൽ കുഴപ്പമുണ്ടാക്കലാകുന്നു. വിശ്വാസികൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്ന അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഇസ്ലാം ഇണക്കത്തിനും ഐക്യത്തിനുമെല്ലാം ഏറെ പ്രാധാന്യം നൽകിയ മതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലെ ഇണക്കത്തെ തകർക്കുക എന്നുള്ളത് പാപമാണ്. എത്രയോ ആളുകൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റുള്ളവരോടുള്ള പകയും ഈർഷ്യതയുമൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ ബന്ധത്തെ വിച്ഛേദിക്കുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സുൽഹിനാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കളവ് പറയുവാൻ അനുവദിക്കപ്പെട്ട ചില അവസരങ്ങളിൽ പോലും മറ്റുള്ളവർക്കിടയിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി കളവ് പറയാൻ പോലും നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും വഅതീഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. ഫത്തഖുല്ലാഹ്, അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും, വഅസ്ലിഹൂ ദാത ബൈനികും, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നന്നാക്കി തീർക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക. വഅതീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവേയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കിടയിലുള്ള സുൽഹിന്, അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നതിന് ഒരുപാട് ഫضലുകളും ശ്രേഷ്ഠതയും പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, തീർച്ചയായും വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതിനാൽ
നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇണക്കമുണ്ടാക്കുക, സന്ധിയുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അപ്പോൾ നമസ്കാരത്തേക്കാൾ, സ്വതക്കയേക്കാൾ, നോമ്പിനേക്കാൾ അത്രയേറെ പ്രതിഫലമുണ്ട് മറ്റുള്ളവർക്കിടയിൽ ഇണക്കത്തെ ഉണ്ടാക്കിയാൽ, മറ്റുള്ളവർക്കിടയിൽ രഞ്ജിപ്പിനെ ഉണ്ടാക്കിയാൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.